നേമം പുഷ്പരാജിൻ്റെ ചിത്രങ്ങളിൽ നമുക്ക് കാണാനാകുന്നത് മനുഷ്യാവസ്ഥയുടെ വിവിധങ്ങളായ രൂപങ്ങളാണ്. ഈ ലോകം അനീതിയിലേക്കും യുദ്ധത്തിലേക്കും അസമത്വത്തിലേക്കും കൂടുതൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെന്ന് പറയാം. നീതിക്ക് വേണ്ടിയുള്ള ദാഹം. അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളിലും കോടതി മുറികൾ അത് പല രീതിയിൽ നിലപാടില്ലായ്മ വ്യക്തമാക്കുന്ന നിയമസംഹിതകളുടെയും അത്തരം വിധിന്യായങ്ങളുടെയും ഈ വാദമുഖങ്ങളുടെയും ഒക്കെ കപടമുഖം ധരിച്ച ചിത്രങ്ങൾ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ ഈ ഹിന്ദുത്വ ഭരണകൂടം എങ്ങനെയാണ് സമാധാനപൂർണമായ ഇന്ത്യയെ കത്തി താഴ്ത്തി ഭീകരമായി കൊലപ്പെടുത്തുന്നത്, ജനങ്ങളെ വിഭജിക്കുന്നത് എന്നൊക്കെ ഉള്ളത് കാണിക്കുന്ന ചിത്രമാണ് എൻ്റെ പിന്നിൽ കാണുന്ന ചിത്രം. വേണമെങ്കിൽ ഇതിന് നമുക്കൊരു മഹാബലി പുരാണവുമായിട്ടും അതിനെ ചേർത്ത് വയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ആ ഹിന്ദുത്വത്തിൻ്റെ മുഖമായിട്ട് നിൽക്കുന്നത് വാമനൻ ആകുകയാണെങ്കിൽ താഴെയുള്ളത് ബുദ്ധൻ്റെ മുഖം പോലെ തോന്നിക്കുന്നത് വാമനൻ്റെ മുഖമായിട്ട്. അവരിൽ നിന്നും ആ ബുദ്ധനെ ഇങ്ങനെ പിളർന്നിട്ട് രക്തം ഒഴുകി പൂക്കളമായി മാറുമ്പോൾ അതൊരു ഓണച്ചിത്രവും കൂടി ആയി മാറുന്നു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാനാകും. അതോടൊപ്പം തന്നെ ഈ ലോകത്തെ മതമൗലികവാദത്തിൻ്റെ ഭീകരത അത് എത്രമാത്രം ജനങ്ങളെ പിളർത്തി മാറ്റുന്നു എന്നൊക്കെ ഉള്ളത് ആവിഷ്കരിക്കാനായിട്ട് ആ ചിത്രത്തിന് കഴിയുന്നുണ്ട്. ഇതിൽ ഓരോ ചിത്രവും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ നീതിപീഠം എപ്രകാരമാണ് ഈ നമ്മുടേത് അല്ലാതെ ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ജന്തുത ജയിക്കുന്നു എന്ന് ONV സാറ് പറഞ്ഞതുപോലെ പശുവിൻ്റെ ഒരു മനോഹരമായ ചിത്രം വന്നിട്ട് താഴെ അടിച്ചു കൊല്ലപ്പെടുന്ന സാധാരണ മനുഷ്യൻ പശുവിനെയും ആയിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ പശു ഇറച്ചി കഴിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് മനുഷ്യനെ ഇന്ത്യൻ ഭരണകൂടം കൊലപ്പെടുത്തുന്നത് എന്നൊക്കെയുള്ളത് കാണിക്കുകയാണ്. അതിന് അടുത്ത ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ ഈ വൃന്ദാവനത്തിലെ ഗോക്കളും ആ ഗോക്കളെ പരിപാലിച്ച് നടന്നിരുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ ഇന്നത്തെ അവസ്ഥ ഇന്നായിരുന്നുവെങ്കിൽ അദ്ദേഹവും ഒരുപക്ഷെ ഇങ്ങനെ കാലചക്രത്തിൽപ്പെട്ട് അദ്ദേഹവും കൊല ചെയ്യപ്പെടുമായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചിത്രങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ മത്സ്യകൂർമ്മം എന്നൊക്കെ പറയുന്ന നമ്മുടെ ദശാവതാരമുണ്ടല്ലോ, അതെല്ലാം തന്നെ ഇന്ന് ആയുധങ്ങളായി, കൂർമ്മം പാറ്റൻ ടാങ്കായും മത്സ്യം വിമാനങ്ങളായും അല്ലെങ്കിൽ സബ്മറൈൻസായും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ അവസ്ഥ. അതുപോലെ നമ്മുടെ ഒരു സ്റ്റാമ്പിൽ ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഹിന്ദുത്വവും മറ്റെല്ലാ മതങ്ങളും സിഖ് മതം ഉൾപ്പെടെ വന്നിട്ട് ആ സ്റ്റാമ്പ് എപ്രകാരമാണോ ജനത്തിനെ ഇങ്ങനെ കീറി മുറിച്ച് ഭക്ഷണയോഗ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മുള്ളും കത്തിയുമൊക്കെ അടുത്ത് കൊണ്ടുതാനും മദ്യചഷകവും അവിടെ ഉണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നേമം പുഷ്പരാജിനെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് വളരെയധികം സാധ്യതകൾ ഉള്ള ചിത്രങ്ങളും ശില്പങ്ങളുമാണ് അദ്ദേഹം പണിതീർത്തുകൊണ്ടിരിക്കുന്നത്. നേമം പുഷ്പരാജ് ഈ രംഗത്ത് വന്നിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെ ഒരു 10-30 വർഷം കഴിയുന്നു അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലുള്ള സംഭാവനകൾ. അദ്ദേഹം സിനിമ മേഖലയിലൊക്കെ പോയെങ്കിലും ഇത് ഇപ്പോഴും വിടാതെ നിൽക്കുന്നു എന്നുള്ളതൊരു വലിയ ഐക്യമലയാള പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തോടുള്ള കടപ്പാട് എന്താണെന്ന് വെച്ചാൽ, ഐക്യമലയാള പ്രസ്ഥാനം 2010 സെക്രട്ടേറിയറ്റ് നടയിൽ കാനായി കുഞ്ഞിരാമൻ സാറ് പ്രഖ്യാപനം ചെയ്യുമ്പോൾ, ഐക്യമലയാള പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തെ അറിയിച്ചുകൊണ്ട് പ്രഖ്യാപനം ചെയ്യുമ്പോൾ 50ഓളം ചിത്രകാരന്മാരെ നേമം പുഷ്പരാജിൻ്റെ നേതൃത്വത്തിൽ അണിനിരന്ന് ഞങ്ങൾക്ക് വേണ്ടി, ഐക്യമലയാള പ്രസ്ഥാനത്തിന് വേണ്ടി, മലയാള ഭാഷയ്ക്ക് വേണ്ടി ചിത്രം വരയ്ക്കുകയുണ്ടായി. അത് ഈ കേരളത്തോടുള്ള ജനതയോടുള്ള, സാധാരണക്കാരോടുള്ള, മാതൃഭാഷയോടുള്ള ഒരു ചിത്രകാരൻ്റെ
ആ കടമ പ്രഖ്യാപനവും കൂടി മാറുകയായിരുന്നു അന്നത്തെ നേമം പുഷ്പരാജിൻ്റെ നേതൃത്വത്തിലുള്ള ആ ചിത്രകാര സംഘം ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ സാമൂഹ്യ ജീവിതവുമായി എപ്പോഴും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് നേമം പുഷ്പരാജ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കൂടുതൽ ഇനിയും പുതിയ ആശയങ്ങളുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ ഇടവരട്ടെ എന്നൊരു ആശംസയോടുകൂടി എൻ്റെ വാക്കുകൾ നിർത്തുന്നു.